സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. അത് ബ്രിട്ടീഷ് ഓൺഡ് ആയിട്ടുള്ള ദ്വീപാണ്. നമ്മളുടെ കന്യാകുമാരി, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇന്ത്യൻ ഓഷ്യനിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ദ്വീപ്. അതിൻ്റെ പേര് ഡീഗോ ഗാർസിയ എന്നാണ്. ഇത് ബ്രിട്ടൻ്റെ കയ്യിലുള്ള ഒരു കൊച്ചു ദ്വീപാണ്. ഈ ദ്വീപിൽ അമേരിക്ക വലിയ ഒരു താവളം പണിതിട്ടുണ്ട്, സൈനിക താവളം. ഈ സൈനിക താവളത്തിൽ നേവൽ ബേസ് ഉണ്ട്, കൂടാതെ എയർ ബേസും ഉണ്ട്. അപ്പോൾ ഈ ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ഈ ബേസിൽ, ഈ മിലിറ്ററി ബേസിൽ വലിയ തോതിൽ അമേരിക്ക സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഈ ദിവസങ്ങളിൽ പുറത്തുവിട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത. B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രൈമറി ബോംബേഴ്സ്, പ്രീമിയം ബോംബേഴ്സ് വ്യാപകമായ തോതിൽ ഈ ദ്വീപിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ അമേരിക്കയുടെ ന്യൂക്ലിയർ യുദ്ധക്കപ്പലുകൾ പലതും ഈ ഭാഗത്തേക്ക് നീങ്ങി വരുന്നതായി അറിയുന്നുണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റിൽ വലിയ ഒരു യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഈ മിലിറ്ററി നീക്കത്തിൽ നിന്നും വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രഡിക്റ്റ് ചെയ്യുന്നത്. നിശ്ചയമായും ഇത് ഇറാനെ ലക്ഷ്യം വെച്ചാണ് എന്ന് വേണം വിചാരിക്കാൻ. ഈ ഇറാഖ് യുദ്ധത്തിലായിക്കൊള്ളട്ടെ, കുവൈറ്റ് യുദ്ധത്തിലായിക്കൊള്ളട്ടെ, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലും, അഫ്ഗാൻ യുദ്ധത്തിലടക്കം പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് മുഴുവൻ നടത്തിയിട്ടുള്ളത് ഈ ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ദ്വീപിൽ നിന്നാണ്. അപ്പോൾ ഈ ദ്വീപിൽ നിന്ന് ഇന്ത്യൻ ഓഷൻ്റെ മുകളിലൂടെ സ്ട്രൈറ്റായി പറന്നാൽ ഗൾഫ് റീജിയനിലേക്ക് എത്തും. അതുപോലെ തന്നെ കപ്പലുകൾക്കും നേരിട്ടെത്താൻ സാധിക്കും. മിസൈൽ ലോഞ്ചിങ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അതും യാതൊരു പ്രയാസമില്ലാതെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരുടെ മിലിറ്ററി ബിൽഡപ്പ് അവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഈ മിലിറ്ററി ബിൽഡപ്പ് മനസ്സിലാക്കിയ ഇറാൻ അവരുടെ ആയുധപ്പുരകൾ തുറന്ന് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവരുടെ മിസൈൽ മെഗാസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അണ്ടർഗ്രൗണ്ടിൽ മിസൈലുകൾ വ്യാപകമായ തോതിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചീഫ് ഓഫ് മിലിറ്ററി സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയുടെ സാന്നിധ്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ മിലിറ്ററി അവരുടെ മിസൈൽ മെഗാസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ, ഒരു 50 സെക്കൻഡ് നീളുന്ന ഒരു വീഡിയോ പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത്, അതിൻ്റെ ആദ്യം തന്നെ കാണുന്നത് അവരുടെ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഖേരിയാണ്. അപ്പം ഇറാൻ്റെ ഒഫീഷ്യൽ റിലീസാണിത്. അപ്പോൾ അതിനകത്ത് ഈ ബഖേരി പറയുന്നത് ഇത് ഒരെണ്ണം മാത്രമാണ്, ഇത് കൂട്ട് 100 കണക്കിന് അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റോക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തുറന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ് അമേരിക്ക സംഭവിക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. കൂടാതെ ഇന്നലെ വെള്ളിയാഴ്ച അവർ ജെറുസലേം ഡേ ആയിട്ട് ആചരിക്കുകയുണ്ടായി. അൽഖുദ് ഡേ എന്നൊക്കെയാണ് അവരതിന് അറബിയിൽ പറയുന്നത്. ജെറുസലേം ഡേ എന്ന് പറഞ്ഞാൽ 1979 ഇവർ മത തീവ്രവാദികൾ ഇറാൻ്റെ ഭരണം ഏറ്റെടുത്ത സമയത്ത് അന്നത്തെ ഖുമേനി പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനെ ഭൂമുഖത്തും തുടച്ചു നീക്കും എന്നുള്ളത്. അപ്പോൾ ആ ഇസ്രായേലിനെ ഭൂമുഖത്തും തുടച്ചു നീക്കും എന്നുള്ള ആ പ്രസ്താവന അവർ എല്ലാ കൊല്ലവും പുതുക്കാറുണ്ട്. അത് പുതുക്കുന്നത് സാധാരണ അവരുടെ ഈ നോമ്പിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്നലെയായിരുന്നു നോമ്പിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച. അപ്പോൾ അവർ അത് പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഇറാൻ്റെ സ്പീക്കർ ആ പള്ളിയിൽ വന്ന് ജനത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് പറയുകയുണ്ടായി, ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ പടക്കക്കൂട്ടിൽ കൊണ്ടുപോയി തീപ്പൊരി എറിയുന്നത് പോലെ ഇരിക്കും. അമേരിക്കയുടെ ആ പ്രദേശത്തുള്ള എല്ലാ മിലിറ്ററി താവളങ്ങളും ഞങ്ങൾ തകർക്കും, കൂടാതെ അമേരിക്കയുടെ സുഹൃത്തുക്കളെയും ഞങ്ങൾ തകർക്കും. ഇസ്രായേലിനെയാണ് ലക്ഷ്യം വെച്ചതെന്ന് ഉറപ്പ്. അപ്പോൾ ഇത് ഇറാൻ ആ ഒരു ഭീഷണി മുഴക്കുകയുണ്ടായി. അപ്പോൾ അമേരിക്ക ഇതിനു മുൻപ് ഇപ്പം ഏകദേശം 1 മാസത്തോളം ആവുന്നു ട്രംപ് ഈ ഖമനേയ്ക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് ആ ലെറ്ററിൽ പറയുന്നത് 2 മാർഗത്തിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. നിങ്ങൾക്കൊരു തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പണും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതൊന്നുകിൽ സമാധാനത്തോടെ നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വഴി നമുക്ക് നോക്കാം എന്നാണ്. ഇതുവരെ ഇറാൻ അതിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പം അന്ന് അതിൻ്റെ ദ വെരി നെക്സ്റ്റ് ഡേ ഖമനേയി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, അത് വീഡിയോയാണ്, അദ്ദേഹം പറഞ്ഞത്, പേടിപ്പിച്ച് ആരും ഞങ്ങളെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരണ്ട, ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ ശരിയാക്കുമെന്നാണ്. അപ്പോൾ മറുപടി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മറുപടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല കാണിക്കുന്നത്. ഇപ്പം ഒരു ആക്രമണത്തിൻ്റെ, ഒരു യുദ്ധം എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തൊക്കെ നമ്മൾ കാണാൻ വേണ്ടി. അപ്പം റഷ്യയുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യാൻ അമേരിക്ക തിരക്കിട്ട് ശ്രമിക്കാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഇറാനും അമേരിക്കയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ
റഷ്യ അതിനകത്ത് വന്ന് ഇൻവോൾവ് ചെയ്യരുത്. റഷ്യ അതിനകത്ത് വന്ന് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേൺ ടു വേൾഡ് വാർ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി റഷ്യ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് അമേരിക്ക റഷ്യയുമായിട്ടുള്ള ബന്ധം ഈ യുക്രൈൻ വാറുമൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണം നമ്മളിതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാൻ. കാരണം അമേരിക്കയിലെ ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധന്മാർ പറയുന്നത് ഇറാൻ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നതിൻ്റെ ബ്രിമ്മിലെത്തിയിട്ടുണ്ട് എന്നാണ്. ഇപ്പം ഇറാന്റെ കയ്യിൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളില്ല. അവരുടെ ഏറ്റവും വലിയ മിസൈലുകളായിട്ട് അവർ എടുത്തു പറയുന്നത് ഖേബാർ ഷേഖാൻ എന്ന് പറയുന്നൊരു മിസൈലും മാറ്റേർ ഹാജ് ഖ്വാസിം എന്ന് പറയുന്നൊരു മിസൈലുമാണ്. ഏകദേശം 1500-1700 കിലോമീറ്റർ റേഞ്ച് വരുന്ന മിസൈലുകളാണിവ. ഇതിൽ ഖേബർ ഷേഖാൻ മിസൈൽ എന്ന് പറഞ്ഞ് ഖേബർ എന്ന് പറയുന്നത് ഒരു ഖൈബർ യുദ്ധം എന്നിങ്ങനെ ഈ ഖുറാനിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു യുദ്ധമുണ്ടല്ലോ, ജ്യൂസിൻ്റെ ഒരു ഗ്രാമത്തെ മുഹമ്മദ് ആക്രമിച്ച് നശിപ്പിച്ച് കീഴ്പ്പെടുത്തി അവിടുത്തെ ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയൊരു യുദ്ധമുണ്ട്. അതിനെ ഖൈബർ യുദ്ധം എന്നൊക്കെ ഇസ്ലാമിക് പുസ്തകങ്ങളിൽ വിശദീകരിക്കും. ആ പേരാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളത്. അപ്പം അത് ഖേബർ ഷേഖാൻ മിസൈൽ എന്നുള്ളതാണ്. ഈ മിസൈൽ ഇവർ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ രണ്ടാമത്തെ മിസൈൽ അറ്റാക്കിൽ അവർ ഉപയോഗിച്ച 200 മിസൈലുകളാണ് അവർ ഉപയോഗിച്ചത്. അതിൽ ഒരെണ്ണം ഈ ഖേബർ ഷേഖാൻ മിസൈലായിരുന്നു. ആ മിസൈല് ഇസ്രായേലിൻ്റെ ലാൻഡിൽ പ്രവേശിച്ചിരുന്നു. അപ്പോൾ അതിന് പൊട്ടൻഷ്യലുള്ളൊരു മിസൈലാണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അത് ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും അതിന് അയൺ ഡോം സിസ്റ്റത്തെ കടന്ന് പിന്നെ അതിന് ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ താഡ് ആൻറ്റി മിസൈൽ സിസ്റ്റം ഇസ്രായേൽ കൊണ്ടുവന്ന് വെച്ചത് ഈ ഒരു സംഗതിയെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇറാന്റെ ആയുധപ്പുരയിൽ ഇത്തരം മിസൈലുകളുണ്ട് എന്ന് മാത്രമല്ല, ഇറാന്റെ സ്പേസ് റിസർച്ച് ഉണ്ട്. അപ്പോൾ സ്പേസ് റിസർച്ച് എപ്പോഴും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഡെവലപ്മെന്റിലേക്ക് നീങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ അതിൻ്റെ വളരെ ബ്രിമ്മിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഡയറക്റ്റ് ത്രെട്ടാണ്. ഇറാനിൽ നിന്ന് മിസൈലുകൾ അയച്ചാൽ അമേരിക്കയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ന്യൂക്ലിയർ ബോംബിന്റെ ബ്രിമ്മിലാണ് അവർ. അപ്പം ഇറാനെ നിരത്താതെ ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് അമേരിക്ക വന്ന് നിൽക്കുന്നത്. കാരണം ഇറാനെ വളർത്തിയാൽ നാളെ അത് ഭീഷണിയായിത്തീരും. അപ്പം അതുകൊണ്ട് കാരണം ഇവരുടെയൊക്കെ മോട്ടോ ഒന്നാണ്, ഈ ജ്യൂസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവരുടെ ഈ ഹമാസിന്റെ ആയിക്കൊള്ളട്ടെ, ഹെസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഇറാൻ ആയിക്കൊള്ളട്ടെ, ഇവരുടെ എല്ലാവരുടെയും വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ജ്യൂസിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക, വൈപ്പ് ഔട്ട് ചെയ്യുക, ഒരു ജൂവിനെ പോലും ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നുകളയുക. ജ്യൂസ് ഇസ്രായേലിൽ മാത്രമല്ല ജീവിക്കുന്നത്, ജ്യൂസ് ലോകത്തിന്റെ പല ഭാഗത്തും ജീവിക്കുന്നുണ്ട്. അമേരിക്കയിലും ഒരുപാട് ജ്യൂസ് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും അവരുടെ ഒരു ടാർഗറ്റാണ്. ജ്യൂസിനെ കൊല്ലുന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്കയെയും അവർക്ക് നശിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് ഇറാനെ ആക്രമിക്കാതെ തരമില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് അമേരിക്ക വന്ന് നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതിനിടയിലൂടെ ഇസ്രായേലിലെ സംഭവങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട്. ഹമാസിനെതിരെയുള്ള പ്രകടനങ്ങൾ ചൊവ്വാഴ്ച ആരംഭിച്ചാണ്. ചൊവ്വാഴ്ച ഉണ്ടായി, ബുധനാഴ്ച ഉണ്ടായി, വ്യാഴാഴ്ച ഉണ്ടായി, വെള്ളിയാഴ്ചയും ഉണ്ടായി. എല്ലാ ദിവസങ്ങളിലും അവിടെ ഹമാസിനെതിരെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഹമാസിനത് അടിച്ചൊതുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ടൊന്നും ഹമാസ് തീർന്നു പോകുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹമാസിനെതിരെയുള്ള റിസെന്റ്മെന്റ് അവിടെ കാര്യമായി വളർന്നു വരുന്നുണ്ട്. ഹമാസ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. അതിനിടയിലൂടെ പാലസ്തീനികളുടെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ 52% പാലസ്തീനികൾ പാലസ്തീന വിട്ട് പുറത്ത് എവിടെയെങ്കിലും സമാധാനമായി ജീവിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ സ്വമേധയാ പോകാൻ തയ്യാറാണ് എന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായി നിഷ്പക്ഷരായിട്ടുള്ള ന്യൂസ് ഏജൻസികൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 52% ആളുകൾ ഒരവസരം കിട്ടി അപ്പോൾ അവർ പുറത്ത് പോകാൻ തയ്യാറാണ്. അത് കൂടാതെ തന്നെ ധാരാളം ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു 100 പാലസ്തീനികളെ ഇന്റർനാഷണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. അത് ഒഫീഷ്യലായിട്ടുള്ള ഈ റീ അലൊക്കേഷൻ, ഒഫീഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പാലസ്തീനികൾക്ക് പാലസ്തീന വിട്ടു പോകുവാൻ ഇസ്രായേലിൽ നിന്ന് അനുവാദം കിട്ടും. ഇസ്രായേലിന്റെ അനുവാദം ഇല്ലാതെ ഒരു ഈച്ചയ്ക്ക് പോലും പാലസ്തീന അകത്തേക്കോ പുറത്തേക്കോ പോകാനാവില്ല. ഇന്ന് പാലസ്തീനികൾക്ക് ഇസ്രായേലിനും ഈ ഗാസയിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ചികിത്സിക്കാൻ വേണ്ടി പുറത്തു പോകാം. അങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന നേരത്തെ ഒരാളും കൂടെ ഒരു സഹായിയുമായിരുന്നു പോകാൻ അനുവദിച്ചിരുന്നത്. ഇസ്രായേൽ ആ നിയമം ലൂസാക്കി ഒരാളും കൂടെ വേണമെങ്കിൽ അവരുടെ എൻ്റയർ ഫാമിലിക്കും പോകാം എന്ന് ഉള്ള നിയമം പുതുതായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ആ ഒരു സൗകര്യം എടുത്തുകൊണ്ട് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ധാരാളം പാലസ്തീനികൾ സ്വമേധയാ ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം 70,000-ഓളം പാലസ്തീനികൾ ഗാസ വിട്ട് സ്ഥിരമായി അവിടെ നിന്ന് ഐദർ ഈജിപ്ത് അല്ലെങ്കിൽ പാലസ്തീനിലേക്കും അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗാസ റീജിയൻ ഒഴിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും. ഹമാസ് പോയാലും ഹമാസ് നിന്നാലും ഒക്കെ ഇത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനിടെ ഗാസയിൽ
ഇപ്പോൾ ഹമാസിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നുണ്ട്. കൂടാതെ ഒരു വലിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ലെബനോണിൽ നിന്ന് 2 മിസൈലുകൾ ഇസ്രായേലിന് നേരെ വരികയും അതിലൊന്നിനെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ പറ്റി, ഒരെണ്ണം ഇസ്രായേലിന്റെ വടക്കൻ റീജിയനിൽ വന്നു വീണു. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഇസ്രായേലിന്റെ എയർ സ്പേസ് വയലേറ്റ് ചെയ്ത് അകത്ത് കിടന്ന് താഴെ വീഴാൻ ഈ മിസൈലിന് സാധിച്ചു. അതിന്റെ കൗണ്ടർ അറ്റാക്ക് എന്ന നിലയിൽ വെടിനിർത്തലിന് ശേഷം ആദ്യമായി ഇസ്രായേൽ ബെയ്റൂത്ത് ആക്രമിച്ചു. ബെയ്റൂത്തിലെ ഒരു റീജിയൻ, അവിടെ മുൻകൂട്ടി പാംപ്ലെറ്റുകളും കൂടാതെ പിന്നെ മൊബൈലിലെ സന്ദേശങ്ങൾ നൽകി അവിടുത്തെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞു. അവർ വേഗം ഓടി രക്ഷപ്പെട്ടു. ഒഴിഞ്ഞു പോകാൻ മെസ്സേജ് കൊടുത്ത് 2 മണിക്കൂറിനകം വ്യാപകമായ രീതിയിൽ ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് അവരുടെ നേരെ ആക്രമിച്ചാൽ ആരപലപിച്ചാലും തിരക്കില്ല, ഞങ്ങൾ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വടക്കൻ ഇസ്രായേലിലെ ആളുകൾക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോളൂ, ലെബനോണിൽ ആരും ഉറങ്ങാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹൂതികളുടെ നേരെയുള്ള അമേരിക്കൻ ആക്രമണം വ്യാപകമായ തോതിൽ നടക്കുന്നുണ്ട്. ഹൂതികൾ തീർത്തും സൈലൻ്റാണ്. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു അനക്കവും ഇല്ല. അവരുടെ ഒരു മിസൈലുകളും ഇപ്പോൾ പൊങ്ങുന്നതായിട്ട് കാണുന്നില്ല. അവർ തീർത്തും സൈലൻ്റായി നിൽക്കുന്നു. ഇപ്പോൾ ഹൂതികൾ അവിടെ സൈലൻ്റാണ്. ഹമാസിൻ്റെ ഇവിടെ ഇഷ്ടംപോലെ അടി കിട്ടുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ബാക്കിയുള്ള സാധനങ്ങൾ ലെബനോണിൽ നിന്ന് വാല് പൊക്കി കാണിക്കുമ്പം കൃത്യം അവിടെ ബോംബ് വീഴുന്നുണ്ട്. ഇതൊക്കെ ചവിട്ടി ഒതുക്കി നിർത്തിക്കൊണ്ട് ആത്യന്തികമായി ഇറാൻ തന്നെയാണ് ലക്ഷ്യം. ഇസ്രായേലിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്, അമേരിക്കയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ഇറാനെ ചവിട്ടി ഒതുക്കി നിർത്തുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം അവർ ഉപേക്ഷിക്കില്ല. ഹമാസിൻ്റെ കയ്യിലുള്ള 59 ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അത് വിട്ടുകൊടുത്ത ഹമാസിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഹമാസ് ആരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഹമാസ് ഇല്ല. ഇതേ പ്രശ്നമാണ് ഇറാന്. ന്യൂക്ലിയർ പ്രോഗ്രാം അവർ നിർത്തിയാൽ അവരുടെ അഡ്രസ്സ് കഴിഞ്ഞു. അവർക്ക് പിന്നെ ഒരു ഭീകര മുഖമില്ല. അവർക്ക് സാധാരണ മനുഷ്യൻ്റെ മുഖം വേണ്ടല്ലോ. അവർക്ക് ഭീകരന്റെ മുഖം മതി. അവർ ദൈവത്തിന് വേണ്ടി ചാവാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കെയർ ഓഫിന് സ്വർഗത്തിൽ പോയിട്ട് അതൊക്കെ ഒരുപാട് സംഗതി കിട്ടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അവർ. ഇപ്പോൾ സമാധാനത്തിൻ്റെ മുഖം അവർക്ക് വേണ്ട. അവർ ന്യൂക്ലിയർ വെപ്പൺ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവർക്കത് ഉണ്ടാക്കിയേ പറ്റൂ. ഉണ്ടാക്കി ജ്യൂസിനെ എല്ലാം കൊന്ന് സ്വർഗത്തിൽ പോയിട്ട് സദ്യ കഴിക്കാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ കൊന്നിട്ട് അല്ലെങ്കിൽ ജ്യൂസിനെ കൊന്നിട്ട് സദ്യ കഴിക്കാൻ അവരെ അനുവദിക്കണമോ അതോ അതിനു മുൻപ് അവരെ തീർക്കണമോ എന്നുള്ളത് ഈ ദിവസങ്ങളിലെ തീരുമാനമാവും എന്ന് വിചാരിക്കും.